സംഗീതത്തിനെ മീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ ഒരു ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട് വഴി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്സിഡൻ്റലി മൂകാംബി അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്തു. മൂകാംബി ക്ഷേത്രത്തിൽ വന്നു. എന്നിട്ട് അന്ന് തന്നെ വിളിച്ചു രാവിലെ കാണാനായിട്ട് വരാൻ. അമ്മൂന് ഈ സംഭവം അറിയില്ല ഞാൻ വരും എന്നുള്ളതൊന്നും. ഞാൻ അവിടുത്തെ കുളക്കടവിൻ്റെ മുകളിൽ ഇങ്ങനെയാണ്. അപ്പം അമ്മു താഴെ നിന്നിട്ട് കൽപ്പടവ് ഇങ്ങനെ കയറി വരുന്നതാണ്. ഏകദേശം ഒരു സിനിമാറ്റിക് പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആളുടെ അടുത്ത് ഇഷ്ടം പറയുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഓക്കെ, ആരായാലും ഓക്കെ. ആളെ പിന്നെ ഞാൻ കോതമംഗലത്ത് ഒരു വട്ടം പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. കോതമംഗലത്ത് ഒരു വട്ടം പോയി മീറ്റ് ചെയ്തു. അങ്ങനെ പയ്യെ ഇങ്ങനെ ക്ലോസ് ആയി. പിന്നെ 2-3 വട്ടം മീറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ പോയപ്പോൾ ആള് സർപ്രൈസ് ആയിട്ട് എനിക്കവിടെ ഒരു ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടാക്കി. അവിടെ ഒരു പാർക്കുണ്ട് അവിടുത്തെ ടൗണിൽ തന്നെ. പാർക്കിൽ വെച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അന്നാണ് ആൾ ഒഫീഷ്യലി എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ. எனக்கு நீ உனக்கு நான், இது கனவா நிஜமா, எனக்கு நீ உனக்கு நான், கையோடு கை சேர்த்து கண்ணோடு கண் பார்த்து இதயங்கள் ஒட்டி ஒளிஞ்சு விளையாடுது. பேசத்தான் தோணலையே, வார்த்தைகள் பத்தலையே, அன்போடு எல்லைகள் மறக்க நீ போதுமே. ஊ, 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 ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഹാപ്പിയാണെന്ന് പറയാം. കാരണം ഒരുപാട് നാളായിട്ട് ഇത് ഇങ്ങനെ കാത്തിരിക്കണം. 6 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പോൾ എന്നാണ് കല്യാണം കഴിക്കാന്ന് ഓർത്തിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ആളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എനിക്ക് കുറച്ചുകൂടി ടൈം തന്നു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വീട്ടിലായാലും സ്ട്രഗിളിങ് ഉണ്ടായ സമയത്തെല്ലാം ആളെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ സന്തോഷത്തിലുള്ളൊരു കല്യാണം ആയതുകൊണ്ട് എൻ്റെ അച്ഛനും ഭയങ്കര ഹാപ്പി ആയിരുന്നു.